ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം. അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 6-ാം ഭാവത്തിൽ വ്യാഴം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പ്രാരാബ്ദങ്ങളും ചില കടബാധ്യതകളും പ്രതിസന്ധികളും തടസ്സങ്ങളും എല്ലാം ഉള്ള സമയമാണ് എന്ന് അറിയാം. എന്നിരുന്നാലും ശനിയുടെ അഭാവത്തോടും സഹായത്തോടും നാളുകൾ കടന്നു പോകുന്നുണ്ട്. ബുദ്ധിമുട്ടുകളുണ്ടാവാം, സന്തോഷങ്ങളുണ്ടാവാം, പ്രാരാബ്ദങ്ങളുണ്ടാവാം, ധനത്തിനെ പറ്റി ഉണ്ടാവാം, കുടുംബത്തിനെ പറ്റി ഉണ്ടാവാം, ഒരു ഭവനത്തെ പറ്റി ചിന്തിക്കാം, ഒരു വാഹനത്തെ പറ്റി ചിന്തിക്കാം, ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഇതെല്ലാം സാധാരണക്കാരുടെ ഇടയിലും വൻകിടക്കാരുടെ ഇടയിലും എല്ലാ ജീവിതത്തിലുള്ള എല്ലാവരുടെ ഇടയിലും കണ്ടുവരുന്നതാണ്. സാധാരണ ആൾക്കാർക്ക് സാധാരണമായുള്ള ചിന്തകൾ, വൻകിട സംബന്ധമായിട്ടുള്ള ചിന്തകൾ. ഇനിയിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഉയർന്ന ചിന്തകൾ, താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഉയർന്നു വരാനുള്ള ചിന്തകൾ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും തടസ്സങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും 7.5 ശനി കഴിഞ്ഞല്ലോ, ഇനി നമുക്കൊന്നും പേടിക്കാനില്ല എന്ന് വന്നിരിക്കുന്ന സമയത്തും അപ്പോഴും വന്നു വ്യാഴത്തിൻ്റെ ഇടങ്ങാറ് എന്ന് ചിന്തിക്കുന്ന സമയത്തും എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു ശുഭപ്രതീക്ഷ ഇന്നോ നാളെയോ മറ്റന്നാളോ വരും എന്നൊരു ശുഭപ്രതീക്ഷയോടുകൂടി നിൽക്കുന്നവർക്കാണ് ഈ പറയുന്നത്. അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്ന നക്ഷത്രക്കാർക്ക് അതായത് നല്ല അനുകൂലപരമായിട്ടുള്ള ദിവസം. ഉദാഹരണത്തിനാണെങ്കിൽ നല്ലൊരു വർത്തമാനം പറയാൻ പറ്റിയ, ആരോടെങ്കിലും നല്ല വർത്തമാനം പറയാൻ പറ്റിയ ദിവസം, ആരോടെങ്കിലും സൗകര്യമായി ഇരുന്ന് അവരുടെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനുള്ള ദിവസം, ഒരു പ്രണയാഭ്യർത്ഥന പറയുവാനുള്ള ദിവസം, ഒരു സ്വർണ്ണാഭരണം വാങ്ങുവാനുള്ള ദിവസം, ഒരു ഭൂമി ആഗ്രഹിച്ചു പോയി അത് ഇഷ്ടപ്പെട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട് അതിന് അഡ്വാൻസ് കൊടുക്കാനുള്ളൊരു ദിവസം, അത് സ്വന്തമാക്കുവാനുള്ള ദിവസം, ഒരു വാഹനത്തെപ്പറ്റി ചിന്തിക്കുന്ന ദിവസം, വാഹനത്തിന് അഡ്വാൻസ് കൊടുക്കുന്ന ദിവസം, വാഹനം വാങ്ങിക്കുവാനുള്ള ദിവസം, ആഭരണങ്ങൾ വാങ്ങിക്കാനുള്ള ദിവസം, വസ്ത്രങ്ങൾ വാങ്ങിക്കാനുള്ള ദിവസം. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ നമ്മളുടെ കച്ചവടങ്ങളെല്ലാം നടക്കുകയാണെങ്കിലും ബിസിനസ് നടക്കുകയാണെങ്കിലും അതിനുള്ള ലാഭവിഹിതങ്ങൾ കൂട്ടിക്കിട്ടുവാനുള്ള ദിവസം, നല്ല കച്ചവടം കിട്ടുവാനുള്ള ദിവസം, മോഹങ്ങൾ പൂർണ്ണപണിയുന്ന ദിവസങ്ങൾ, അങ്ങനെയുള്ള ദിവസങ്ങൾ കണക്കാക്കി നോക്കുന്ന സമയത്ത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്ന നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൻ്റെ ഏകദേശം അവസാന തീയതി ആകുന്ന സമയത്ത് 23, 24, 25 എന്നീ തീയതികൾ ഇവർക്ക് ശുഭകരമാണെന്ന് ജ്യോതിഷപരമായിട്ട് ചിന്തിച്ച് അവരുടെ നക്ഷത്രപ്രകാരം അനുകൂലപരമായിട്ടുള്ള നക്ഷത്രങ്ങൾ തിരഞ്ഞെടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്. 23, 24, 25 ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല ശുഭകാര്യങ്ങൾ ചെയ്യാം, ശുഭവാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശുഭഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ധനങ്ങൾ കിട്ടുവാനുണ്ടെങ്കിൽ ഈ സമയത്ത് കിട്ടുവാനുണ്ട്. ഉദാഹരണത്തിന് വല്ല കുറികളോ ചിട്ടികളോ വല്ലത് ലോണുകളോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ സമയത്ത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ വന്ന് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ആഭരണങ്ങൾ വാങ്ങിച്ചു വെക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിന് കുറച്ചുകൂടി പണം വേണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കിട്ടുവാനുള്ള ഒരു സമയം. പുതിയ ഭവനത്തിനെ പറ്റി ചിന്തിക്കുവാനും അതിനെപ്പറ്റി ഒത്തുവരുന്നതുമായിട്ടുള്ളൊരു ദിവസം, പുതിയ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനുള്ള ദിവസം. അതുപോലെ തന്നെ നമ്മളോട് കടന്നു വരുന്ന ഓരോരോ ദിവസങ്ങളും എങ്ങനെയുണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ദിവസങ്ങളുണ്ട്. അതിൽ ഉപചരിതമായിട്ടും അനുയോജ്യമായിട്ടും അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങളാണ് ഞാനിപ്പോൾ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്ന 23, 24, 25 എന്ന തീയതികൾ. ഈ തീയതികളിൽ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ടെസ്റ്റുകൾ, നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് എന്തെങ്കിലും രോഗത്തിന് ടെസ്റ്റുകൾ നടത്തി ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്ന തീയതിക്കാണ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ റിസൾട്ട് എന്താവുമോ എന്ന് നമ്മൾ ചിന്തിച്ച് ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു സമയമുണ്ടാവും. പക്ഷേ അന്നത്തെ ദിവസം കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് പോസിറ്റീവായിരിക്കും. അങ്ങനെ പോസിറ്റീവായിട്ട് ഇത്തിരി നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായി
എന്തെങ്കിലും ഒരു വേദന, എന്തെങ്കിലും ഒരു സൈഡ് വേദന, തളർച്ച എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ വല്ല അസുഖമായിരിക്കുമോ എന്ന് ഭയന്ന് കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ മടിച്ച് നിൽക്കുന്നിട്ട് ഒരു ദിവസം പോകുന്ന സമയത്ത് ഈ ദിവസമാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാതെ ചെയ്തു വരാം. അങ്ങനെയുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഒരുപാട് സങ്കോചത്തോടെ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞാൽ എന്ത് വിചാരിക്കും, തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ആവാം, എന്തുമാവാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ദിവസം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസത്തിനെ കണക്കാക്കുന്നത്. ഓരോ ദിവസങ്ങളിൽ ശുഭ ദിവസങ്ങളുമുണ്ട്, അശുഭ ദിവസങ്ങളുമുണ്ട്. അശുഭ ദിവസത്തെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അശുഭങ്ങളെ സമയക്കുള്ളൂ. ശുഭ ദിവസമാണെങ്കിൽ നല്ല ദിവസം. ഈ 23, 24, 25 എന്ന തീയതികൾ ഉത്രാട, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഭാര്യയ്ക്ക് ഭർത്താവാണെങ്കിലും ഭർത്താവ് ഭാര്യയ്ക്കാണെങ്കിലും രണ്ടുപേർക്കും ഒരുപോലെ അനുകൂലകരമായിട്ടുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലം നടന്നിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ എതിർ ദിശയിൽ, അത് ഭാര്യയ്ക്ക് ഭർത്താവിനും ഭാര്യയാണെങ്കിൽ അവരുടെ ആ നക്ഷത്രപ്രകാരം എതിർ പങ്കാളിക്ക് വന്നിട്ട് അന്നത്തെ ദിവസം നല്ലതല്ലാത്ത ദിവസമാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ അനുഭവത്തിൽ ചിലപ്പോൾ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകും. അപ്പോൾ ചിലപ്പോൾ വല്ല തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ ഈ കാരണം കൊണ്ടായിരിക്കും അതുണ്ടാവുക. കാരണം ഞാൻ ഇങ്ങനെ ഡേറ്റുകൾ ഇട്ട് ഓരോരോ ദിവസങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ ദിവസം പൊട്ടയായിരുന്നു, അതിനേക്കാൾ മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ വരുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളും വരാറുണ്ട്, അങ്ങനെയുള്ള സംഗതികളും വരാറുണ്ട്. സംഗതികൾ എന്ന് വെച്ച് പറഞ്ഞാൽ എതിർ ദിശയിൽപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ മോശപ്പെട്ട ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതേസമയത്ത് ഇയാൾക്ക് നല്ല ദിവസത്തോടുകൂടി കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സമാസമമായിട്ട് മാറും എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാഠിന്യം, ഇപ്പോൾ ജാതകത്തിൽ സമയം വളരെ ദോഷകരമായിട്ടാണ് ഒരു ഘട്ടം. അതായത് ജാതകത്തിൽ ദശാകാലമുണ്ട്, അപഹാരകാലമുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ചിദ്രാപഹാരങ്ങൾ പറഞ്ഞാൽ ചില ദിവസങ്ങൾ, മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ ചെറിയ മുഹൂർത്തം, അതിനെനിക്ക് മുഹൂർത്തം എന്ന് പറഞ്ഞത്, അങ്ങനെ ചില മുഹൂർത്തങ്ങളിൽ കടന്നു പോകുന്ന ദിവസങ്ങളിലാക്കിയ ആണെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കാതെ പോകും. മിക്കവാറും 60% നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഇങ്ങനെ വരാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. എന്നിരുന്നാലും ഉത്രാട, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു സമയമായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് കുറച്ചൊരു നല്ല ദിവസമായിട്ട് നല്ല പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ദിവസമായിരിക്കും 23, 24, 25 എന്ന തീയതികൾ. ഈ ദിവസങ്ങൾ ഇവർക്ക് ശുഭകരമായിട്ട് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.